MOM 1A, Pharmacy Services and Medication Management are implemented following written guidance. നമുക്ക് ഒരു മെഡിക്കേഷൻ മാനേജ്മെൻറ്റ് മാനുവൽ ഉണ്ടാകണമെന്നതാണ് ഈ ഒബ്ജക്റ്റീവ് അലവൻ്റെ പരമപ്രധാനമായ കാഴ്ചപ്പാട്. നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഇഷ്ടങ്ങളനുസരിച്ച് ചെയ്യുന്നൊരു ശീലമുണ്ട്. ഇനി എത്ര അങ്ങനെ അല്ല എന്ന് പറഞ്ഞാലും ഞാൻ ഈ സ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ് അഹോരാത്രം പണിയെടുക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞാലും അവിടെ നമ്മളുടെ ശൈലികൾ, നമ്മളുടെ തീരുമാനങ്ങൾ, നമ്മുടെ ഇമോഷൻസ് ഇൻവോൾവ് ആണ്. അതിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ എപ്പോഴും ഒരു മാനുവൽ ഉണ്ടാവണം. ഒരു എക്യുപ്മെൻ്റ് നമ്മൾ വാങ്ങുകയാണെങ്കിൽ ആ എക്യുപ്മെൻ്റ് എങ്ങനെ ഉപയോഗിക്കണമെന്ന എക്യുപ്മെൻറ്റിൻ്റെ കൂടെ ഒരു യൂസർ മാനുവൽ ഉണ്ടാകും. നമ്മൾ ഏതെങ്കിലും വിധത്തിൽ കൺഫ്യൂസ്ഡ് ആകുന്ന സമയത്ത് ആ യൂസർ മാനുവൽ നമുക്ക് വേണ്ടുന്ന ഗൈഡൻസ് തരും. അതുപോലെ നമ്മുടെ ഹോസ്പിറ്റലിലെ ഫോർമുലറി എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, പ്രൊക്വയർമെൻറ്റ് പ്രോസസ്സ് എന്താണ്, എങ്ങനെയാണ് സ്റ്റോറേജ് മാനേജ് ചെയ്യേണ്ടത്, ഡിസ്ട്രിബ്യൂട്ടഡ് സ്റ്റോറേജ് വേണോ, സെൻട്രലൈസ്ഡ് സ്റ്റോറേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ വേണോ, ഏത് ലെവൽ ഓഫ് ഡീസെൻട്രലൈസേഷൻ ഇൻ സ്റ്റോറേജ് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യണം നമ്മുടെ ഹോസ്പിറ്റലിൽ, നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ സ്റ്റാൻഡേർഡ്സ് എങ്ങനെയുള്ളതായിരിക്കണം, നമ്മുടെ ഡിസ്പെൻസിങ് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, മെഡിസിൻ അഡ്മിനിസ്ട്രേഷനും ആഫ്റ്റർ അഡ്മിനിസ്ട്രേഷൻ ദ മോണിറ്ററിങ് ഓഫ് പേഷ്യൻറ്റും സേഫ് യൂസ് പ്രാക്ടീസസ് ഓഫ് മെഡിക്കേഷൻ വളരെ കൃത്യമായ മെഡിക്കേഷൻ മാനേജ്മെൻറ്റ് മാനുവലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്യണം എന്നതാണ് ഈ ഒബ്ജക്റ്റീവ് എലമെൻ്റ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. നമുക്ക് നമ്മളുടെ ഒരു ഫാർമസി സർവീസസിൽ മെഡിക്കേഷൻ മാനേജ്മെൻറ്റിൻ്റെ ഏരിയ കംപ്ലീറ്റ് ഒരു ക്വാളിഫൈഡ് ഇൻഡിവിജ്വലിനാൽ മാനേജ് ചെയ്യപ്പെട്ടിരിക്കണം, സൂപ്പർവൈസ് ചെയ്യപ്പെട്ടിരിക്കണം. എല്ലാ ആക്ടിവിറ്റീസും, നമ്മുടെ ഫാർമസി സർവീസസിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും വരുന്ന ആരെങ്കിലും ഒക്കെ ചെയ്യുന്നതായിരിക്കരുത്. അതിൻ്റെ സൂപ്പർവിഷൻ ഒരാളിൻ്റെ കയ്യിലായിരിക്കണം, അദ്ദേഹം അതിന് ക്വാളിഫൈഡ് ആയിരിക്കണം. നമുക്ക് പേഷ്യൻ്റ് കെയർ ഏരിയയിൽ, നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ എല്ലാ ഏരിയയിലും ഒരു യൂണിഫോം ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് കെയർ മെഡിക്കേഷൻ മാനേജ്മെൻറ്റിൽ ഉണ്ടാവണം. അത് ഈ ഒരു മാനുവൽ അനുസരിച്ച് ഗൈഡഡ് ആയിരിക്കണം. സ്ട്രൈറ്റ് ഫോർവേഡ് കമ്മിറ്റ്മെന്റ് ഒബ്ജക്റ്റീവ് എലമെന്റ് ആണ് COP അല്ല കേട്ടോ, എനിക്ക് ഇപ്പോഴും കഴിഞ്ഞ ദിവസത്തിന്റെ ഹാങ് ഓവർ. MOM മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ, അതിൻ്റെ ഒന്നാമത്തെ സ്റ്റാൻഡേർഡിന്റെ ആദ്യത്തെ ഒബ്ജക്റ്റീവ് എലമെന്റ് MOM 1A, ഫാർമസി സർവീസസ് ആൻഡ് മെഡിക്കേഷൻ മാനേജ്മെന്റ് ആർ ഇംപ്ലിമെന്റഡ് ഫോളോയിങ് റിട്ടേൺ ഗൈഡൻസ്. അത് ഒരു റിട്ടേൺ ഗൈഡൻസിനെ ഉപയോഗിച്ച് മുൻപോട്ട് കൊണ്ടുപോകണം. കൂടുതൽ വിശദീകരണത്തിൻ്റെ ആവശ്യമില്ലല്ലോ, നമുക്ക് അടുത്ത ഒബ്ജക്റ്റീവ് എലമെന്റ് വിശദീകരിക്കാനായിട്ട് തുടങ്ങാം, പഠിക്കാൻ തുടങ്ങാം.